വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത ഹർജികളിൽ സുപ്രീം കോടതി വിധി ഇന്ന് ആണ്. മെയ് മാസത്തിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവച്ചിരുന്ന ഹർജികളിലാണ് തീരുമാനമുണ്ടാവുക. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, വഖഫ് നിയമ ഭേദഗതിയിൽ വളരെ സുപ്രധാനമായ ഒരു വിധി ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഹർജിക്കാരുടെ വാദങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. സ്വാഭാവികമായിട്ടും നിലവിൽ രജിസ്റ്റർ ചെയ്യാത്തതോ അല്ലെങ്കിൽ ഉപയോഗത്തിലിരിക്കുന്നതോ ആയ കാര്യങ്ങളിൽ എന്താണ് ഇനിയിപ്പോൾ തീരുമാനമുണ്ടാവുക? സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി വളരെ നിർണായകമാണ്. ഇത് സംബന്ധിച്ച് പൂർണ്ണമായും ഇത് സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടനാപരമായ ചില ഭേദഗതികളെങ്കിലും സ്റ്റേ ചെയ്യുമോ എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എപ്പോഴാണ് കോടതി വിധി പറയുക? എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു എന്ന് തൗഫീഖ്? ജിൽസി, വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. രാവിലെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഈ വിധി പുറത്തു വരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. രാജ്യത്തെ വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഉത്തരവ് തന്നെയാകും കോടതിയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടാവുക. ഒരു ഇടക്കാല ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 3 ദിവസം സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കുകയും പിന്നീട് ഇന്നത്തേക്ക് വിധി പറയാനായി മാറ്റുകയുമാണ് ഉണ്ടായത്. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്നായിരുന്നു പ്രധാനമായും ഹർജിക്കാരുടെ ആവശ്യം. കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങളിലൂടെ വഖഫ് സ്വത്തുക്കൾ കവർന്നെടുക്കാനുള്ള നീക്കങ്ങളായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല്. അതുകൊണ്ട് സുപ്രീം കോടതി ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതേസമയം ഉപയോഗത്തിലൂടെയോ കോടതി വഴി രജിസ്ട്രേഷനിലായതോ ഒക്കെയായിട്ടുള്ള വഖഫ് സ്വത്തുക്കളിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് വഖഫ് സ്വത്തുക്കളിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല, ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് പോലത്തുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാട് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഹർജിക്കാർ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടെ ഈ വഖഫ് ബോർഡിലും അതോടൊപ്പം തന്നെ വഖഫ് കൗൺസിലുമെല്ലാം അംഗമാക്കുന്ന ഒരു നിയമ ഭേദഗതി കൂടിയായിരുന്നു കേന്ദ്ര സർക്കാർ വരുത്തിയത്. ആ വിഷയത്തിൽ സുപ്രീം കോടതി ഇന്ന് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് ഇന്ന് രാവിലെയോടുകൂടി ഒരു ഉത്തരവുണ്ടാകും. നേരത്തെ അത്തരം ഒരു നിയമനങ്ങൾ തൽക്കാലത്തേക്ക് സുപ്രീം കോടതി നിർത്തിവെച്ചിരുന്നു. കോടതി കേസ് പരിഗണിക്കുന്നത് വരെ അല്ലെങ്കിൽ കേസിൽ വിധി വരുന്നത് വരെ മുന്നോട്ടുള്ള നിയമനങ്ങളൊന്നും നടത്തരുത് എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ സുപ്രീം കോടതി നൽകിയിരുന്നു. അതുകൊണ്ട് അതിലൊരു മുന്നോട്ട് പോക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിട്ടില്ല. അതേസമയം ഈ വഖഫ് സ്വത്തുക്കൾ കയ്യേറുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഈ വഖഫ് സ്വത്തുക്കൾ കയ്യേറുകയും അത് ഇടിച്ചു നിരത്തുന്ന നടപടികളെല്ലാം ഇപ്പോഴും രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ തുടരുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവ് വരികയാണെങ്കിൽ അത് വഖഫ് സ്വത്തുക്കളെ സംരക്ഷിക്കാനായിട്ട് അത് സാധിക്കുകയും ചെയ്യും. എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മുന്നോട്ട് പോവുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹർജിക്കാരോട് ചോദിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യും. ഒരു ഇടക്കാല ഉത്തരവ് വേണം എന്ന് തന്നെയാണ് ഹർജിക്കാർ കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാന ആവശ്യം. അത് പ്രധാനമായി പറയുന്നത് ഇത് സ്റ്റേ ചെയ്യണം എന്ന് തന്നെയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി അത് പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ല എങ്കിൽ ചില നിയമങ്ങൾ അതിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള നിയമങ്ങളുണ്ട്, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളുണ്ട് എന്ന് ഹർജിക്കാർ തന്നെ കോടതിയിൽ പലതവണ വാദിച്ചതാണ്. ആ കാര്യങ്ങൾ ആ നിയമങ്ങൾ ഒരുപക്ഷെ കോടതി റദ്ദാക്കിയാലും ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസമാകുന്നൊരു കാര്യം തന്നെയാണ്. എന്ത് തീരുമാനമാണ് ചീഫ് ജസ്റ്റിസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബി.ആർ. ഗവായ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഇതിൽ വിധി പറയുക. എന്തായാലും ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് 11 മണിയോടുകൂടി പുറത്തുവരും.